പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഏറെ ശ്രദ്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന അഘോരി ബാവ, ഇദ്ദേഹത്തിൻ്റെ പ്രവചനം എപ്പോഴും ഫലിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീഡിയോകൾ ഏറെക്കുറെ വൈറലാകാറുമുണ്ട്. ഈ അടുത്തിടെ ശ്രദ്ധ നേടിയൊരു പ്രവചനം 2024 കോടീശ്വര പദവിയിലേക്ക് എത്തിപ്പെടാൻ സാധ്യതയുണ്ട് കുറച്ച് നക്ഷത്ര ജാതകർക്ക് എന്നാണ്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ വീഡിയോയിലൂടെ നമ്മൾക്കൊന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കാതെ ഇരിക്കുക. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അറിയിക്കുന്നു. നമുക്ക് നോക്കാം അശ്വതി നക്ഷത്ര ജാതകരെക്കുറിച്ച് തന്നെ. തൊഴിൽ മാറ്റത്തിനൊരു സഹായം ലഭിക്കുന്ന സമയമാണ് 2024 ഇനിയുള്ള മാസങ്ങൾ. സാമ്പത്തിക മേന്മയുണ്ടാക്കാനുള്ള വഴികളും അശ്വതി നക്ഷത്ര ജാതകർക്ക് തെളിഞ്ഞു കിട്ടും. ഗുണകരമായ കൂട്ടുകെട്ടുകൾ കൊണ്ട് ഈ വർഷത്തിൽ വിജയം നേടാൻ ഇവർക്ക് സാധിക്കും. മാതൃസ്വത്തിന് യോഗം ഉണ്ടാകുന്നതാണ് ഇവരുടെ ജീവിതത്തിലെ വഴിത്തിരിവ്. വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന സ്ഥാനങ്ങൾ ലഭിക്കാനുള്ളൊരു ഭാഗ്യം ഇനിയുള്ള മാസങ്ങളിൽ കടന്നു വരുന്നുണ്ട്. ചില ഇടപാടുകളിൽ അഴിച്ചുപണി നടത്തേണ്ടതായിട്ട് വരും. മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്നും കരകയറും. സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ കിട്ടും. ഇൻ്റർവ്യൂവിൽ മികച്ച തൊഴിൽ ഭാഗ്യം. കലാരംഗത്തുള്ള വിഷമതകൾ മാറിക്കിട്ടും. സന്താനത്തിൻ്റെ മംഗല്യകാര്യത്തിൽ തീരുമാനമാകും. സൈനിക വകുപ്പിൽ ഉദ്യോഗ കയറ്റം. വാഹന വായ്പ എടുക്കേണ്ടതായ ആവശ്യം എന്നിവയും കാണുന്നുണ്ട്. അശ്വതി നക്ഷത്ര ജാതകർ ഗണപതിക്ക് ഭാഗ്യസൂക്താർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ഠീവ്രതം, ഭസ്മാർച്ചന എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കണം. ഇനി കാർത്തിക നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. കർമ്മരംഗത്ത് ഗുണകരമായ മാറ്റങ്ങളുടെയും സാമ്പത്തിക പുരോഗതിയുടെയും കാലഘട്ടം 2024 അവസാനം വരെ ഇവർക്ക് ഒപ്പമുണ്ടാകും. ശുഭകാര്യ യോഗം, മത്സര രംഗത്ത് നേട്ടം, ഭരണതലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിക്കും. മരാമത്ത് മേഖലയിൽ തിരിച്ചുവരവ്, കോടതി കാര്യങ്ങളിൽ സമാധാനം, ഗൃഹപരമായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. അയൽ സംസ്ഥാനത്ത് തൊഴിൽ യോഗം, നീണ്ടുനിന്ന പ്രണയം സഫലമാകും. ജാമ്യം നിൽക്കുന്നതിന് 2 വട്ടം ആലോചിക്കേണ്ടി വരും. അറിഞ്ഞുകൊണ്ട് നഷ്ടക്കച്ചവടത്തിൽ ചെന്ന് ചാടാതിരിക്കുക. സന്താനത്തിന് മംഗല്യഭാഗ്യം, അന്യദേശത്ത് മികച്ച വിസയ്ക്ക് യോഗം, ഷെയർ രംഗത്ത് പിടിച്ചു നിൽക്കാൻ സാധിക്കും. കലാരംഗത്ത് മറ്റുള്ളവരുമായിട്ടുള്ള സൗന്ദര്യപ്പണക്കം പറഞ്ഞു തീർക്കാൻ സാധിക്കും. ഒരേ മേഖലയിൽ ഉള്ള വ്യക്തി ജീവിത പങ്കാളിയാകും. ഇഷ്ടക്കാരിൽ നിന്ന് സന്തോഷ വാർത്ത കേൾക്കും. ദോഷപരിഹാരമായിട്ട് ധാര, കൂവളമാല, പ്രദോഷവ്രതം, ദുർഗയ്ക്ക് നെയ്വിളക്ക്, ഹാരം, പൊട്ടുതാലി എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി മകയിരം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. 2024 അവസാനം വരെ സാമ്പത്തിക വരവ് വളരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും. ഏറ്റെടുക്കുന്ന സംഗതികൾ ഓരോന്നും വിജയകരമായിട്ട് പൂർത്തിയാക്കാൻ സാധിക്കും. സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം ഉണ്ട്. ദൂരദേശത്തു നിന്നും ശുഭവാർത്ത. തൊഴിൽ സ്ഥലത്ത് തന്ത്രപരമായ സമീപനം സ്വീകരിക്കും. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കും. ബാധ്യതകൾ തീർക്കുന്നതിന് മാർഗങ്ങൾ വന്നു ചേരും. വ്യാപാര ബന്ധങ്ങൾ നേരെയാകുന്നതിന് ഉന്നതരുടെ സഹായം ലഭിക്കും. ഉപരിപഠന വിജയം, ഉദ്യോഗ കയറ്റത്തിന് സഹായകരമാകും. കണ്ണായ സ്ഥലത്ത് ബിസിനസ് കാര്യത്തിന് ആദായ വിലയ്ക്ക് സ്ഥലം സ്വന്തമാക്കും. പുതിയ സംരംഭത്തിൽ സർക്കാർ സഹായം ലഭിക്കും. സർവകലാശാലയിൽ സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. വിലപിടിപ്പുള്ള വസ്തുക്കൾ ഈ സമയത്ത് സമ്മാനമായിട്ട് ലഭിക്കും. സാമൂഹിക ക്ഷേമ പ്രവർത്തന മേഖലയിൽ മറ്റുള്ളവർക്ക് പ്രചോദനമേകാനും സാധിക്കും. ഇനി പുണർദം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. ദൂരദേശത്ത് ബന്ധുക്കൾ വാഗ്ദാനം ചെയ്യപ്പെട്ടൊരു തൊഴിൽ അത് ലഭിക്കാനുള്ളൊരു സാധ്യതയാണ് 6 മാസത്തിനുള്ളിൽ കാണുന്നത്. പുതിയ സ്ഥാനലബ്ധിക്കുള്ള എതിർപ്പുകൾ കുറഞ്ഞു തുടങ്ങും.
സാങ്കേതിക രംഗത്ത് ശക്തമായ തിരിച്ചുവരവ്. തൊഴിൽ സ്ഥാനത്ത് മനസ്സിന് കുളിരേകുന്ന അടുപ്പം വർദ്ധിക്കും. ബാധ്യത തീർക്കുന്നതിന് സഹായം ലഭിക്കും. പുതിയ ഇടപാടിനുള്ള പ്രാരംഭ ചർച്ചകൾ നടത്താൻ സാധിക്കും. സ്വകാര്യ ആശുപത്രിയിൽ തൊഴിൽ പ്രശ്നങ്ങൾ പരിഹരിക്കും. സർക്കാർ തലത്തിൽ അംഗീകാരം സിദ്ധിക്കും. വൻകിട സ്ഥാപനത്തിൽ അവസരം ലഭിക്കും. സിനിമാ രംഗത്തും വഴിത്തിരിവിൻ്റെ കാലം തന്നെയാണ്. പുണർദം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് ശ്രീകൃഷ്ണന് വെണ്ണ, ത്രിമധുരം അർച്ചന, ഹാരം, ശാസ്താവിന് നീരാജനം, മുഖക്കാപ്പ് അർച്ചന, നരസിംഹമൂർത്തിക്ക് നെയ്വിളക്ക് അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ആയില്യം നക്ഷത്ര ജാതകരെക്കുറിച്ച് നോക്കാം. അടുത്ത 6 മാസത്തിനുള്ളിൽ തന്നെ ഇവരുടെ ജീവിത അഭിലാഷമായൊരു ജോലി അത് സിദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അപ്രതീക്ഷിതമായി കൈ നിറയെ ധനം വന്നു ചേരാനും വിദേശത്ത് പുതിയ പ്രതാപങ്ങൾ നേടിയെടുക്കാനും ഈ 2024 സാധിക്കുന്നൊരു നക്ഷത്രക്കാർ തന്നെയാണ് ഇവർ. കുടുംബപരമായ കാര്യങ്ങളിൽ കർക്കശ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ട് വരും. മേലുദ്യോഗസ്ഥനുമായിട്ടുള്ള സംവാദം അവസാനിപ്പിക്കും. തടസ്സം വന്ന സംരംഭം വിജയകരമായി പൂർത്തിയാക്കും. വൈദ്യുതി ബോർഡിൽ സ്ഥാനക്കയറ്റം, അതിർത്തി സേനയിൽ തൊഴിൽ ഭാഗ്യം, സന്താനത്തിന് ഔദ്യോഗിക രംഗത്ത് മികച്ച നേട്ടം, കാർഷിക രംഗത്ത് മാറ്റങ്ങൾ വരുത്തും. ഏജൻസി ഇടപാടിൽ ഗുണകരമായ നീക്കങ്ങൾ നടത്താൻ സാധിക്കും. അന്യദേശവാസം മതിയാക്കും. പഴയ സൗഹൃദം തിരികെ എത്തും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് പാൽപായസം, അർച്ചന, ഹാരം, നെയ്വിളക്ക്, ദുർഗയ്ക്ക് പൊങ്കാല അർച്ചന, അന്നദാനം, സുബ്രഹ്മണ്യന് ഷഷ്ടിവ്രത പഞ്ചാമൃതം എന്നിവ നടത്തി പ്രാർത്ഥിക്കാൻ ശ്രദ്ധിക്കുക. പൂരം നക്ഷത്ര ജാതകരെ കുറിച്ചൊന്ന് നോക്കാം. വിദേശത്ത് തൊഴിൽ ചെയ്യുന്നൊരു വ്യക്തിക്ക് വിദേശ പൗരത്വമുള്ളൊരു വ്യക്തിയുമായി വിവാഹ ആലോചന ഉറപ്പിക്കാനും ഇനി അങ്ങോട്ടുള്ള ജീവിതം സുരക്ഷിതമാകാനുമുള്ളൊരു ഭാഗ്യം 6 മാസത്തിനുള്ളിൽ വന്നു ചേരും. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് ചില അംഗീകാരങ്ങൾ തേടിയെത്തും. വ്യാപാര മേഖലയിൽ അഴിച്ചുപണി നടത്താൻ സാധിക്കും. വാടക ഗൃഹത്തിൽ നിന്ന് മോചനം, സന്താനത്തിന് മികച്ച ജോലിക്ക് യോഗം, കല്യാണ വിഷയത്തിൽ സ്വന്തക്കാരുടെ ഉപജാപത്തിന് കടിഞ്ഞാൺ ഇടും. സ്വന്തക്കാരുമായിട്ടുള്ള തർക്കം അവസാനിപ്പിക്കും. ഉന്നതരുമായിട്ടുള്ള ബന്ധം പ്രയോജനപ്പെടുത്തും. ഔദ്യോഗിക പദവിക്ക് ഇളക്കം വരും. വാഹന വായ്പ കുടിശ്ശിക തീർക്കും. ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണുവിന് അർച്ചന, വെണ്ണ, ഹാരം, രക്തചാമുണ്ടിക്ക് ചുമന്ന ഹാരം, പട്ട്, പിതൃക്കൾക്ക് തിലഹവനം, അന്നദാനം എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി അത്തം നക്ഷത്ര ജാതകരെക്കുറിച്ചൊന്ന് നോക്കാം. ഉന്നത പദവിക്ക് യോഗം, ദൂരദേശത്ത് ശുഭകാര്യ യോഗം, കടബാധ്യതകൾ തീർക്കാൻ അവസരം, മംഗളകർമ്മങ്ങൾക്ക് ധനം വന്നു ചേരും. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ അംഗീകാരം, സന്താനത്തിൻ്റെ ജോലിക്കാര്യത്തിലുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കും. സ്വദേശത്ത് പുതിയ താമസ സ്ഥലം, കുടുംബകാര്യങ്ങളിൽ സമാധാന അന്തരീക്ഷം നിലനിർത്താൻ ഇവർക്ക് സാധിക്കും. സ്ഥാനചലന സമ്മർദ്ദങ്ങൾ അതിജീവിക്കും. അയൽ സംസ്ഥാനത്ത് ധനസ്ഥിതിയിൽ മാറ്റം വരും. ഓഹരി മാർക്കറ്റിൽ സുരക്ഷിത നീക്കം നടത്താൻ സാധിക്കും. ഒഴിവായിപ്പോയ ചില സഹായികൾ തിരികെ എത്താനും തൊഴിൽ രംഗത്ത് വീണ്ടും പുത്തൻ ഉണർവ് ലഭിക്കാനും ഇവർക്ക് സാധ്യതകൾ കൂടുതലാണ്. ഓഹരി മാർക്കറ്റിൽ സുരക്ഷിത നീക്കങ്ങൾ നടത്താൻ അവസരങ്ങൾ ഉണ്ടാകും. ലാഭകരമായ ഇടപാടുകളിൽ പങ്കാളിയാകാനും സാധിക്കും. അത്തം നക്ഷത്ര ജാതകർ ദോഷപരിഹാരമായിട്ട് മഹാവിഷ്ണു അവതാര ക്ഷേത്രത്തിൽ തുളസീഹാരം, മഞ്ഞപ്പട്ട് അർച്ചന, ശാസ്താവിന് മുഖക്കാപ്പ്, നീരാജനം, ആയില്യത്തിന് 100 പാലും എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. ഇനി ഭാഗ്യശാലികളിൽ ഏറ്റവും ഭാഗ്യം ചെയ്ത ചോതി നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ദൂരദേശത്ത് നിന്ന് ശുഭവാർത്ത, ഏജൻസി ഇടപാടിൽ ധനപരവ് വർദ്ധിക്കും. പൊതുരംഗത്ത് ആരോഗ്യപരമായ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ സാധിക്കും. തൊഴിൽ സ്ഥലത്ത് വേറിട്ട പ്രകടനങ്ങൾ കാഴ്ചവെക്കും. സന്താനത്തിന് IT മേഖലയിൽ മികച്ച അവസരങ്ങൾ ലഭിക്കും. ഔദ്യോഗിക തലത്തിൽ സ്വന്തം നിലപാട് ശക്തമായിട്ട് അവതരിപ്പിക്കാൻ സാധിക്കും. ധനസ്ഥിതിയിൽ വലിയ വ്യത്യാസം വരാതെ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതാണ്. ഊഹക്കച്ചവടത്തിൽ നിന്നും പ്രതീക്ഷയിൽ കവിഞ്ഞ നേട്ടങ്ങൾ ഉണ്ടാകും. ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും ബാധ്യതകൾ തീർക്കുന്നതിന് സമയം നീട്ടിക്കിട്ടും.
കുടുംബകാര്യത്തിൽ അഭിപ്രായ ഭിന്നതയ്ക്ക് ഇടവരുത്താതിരിക്കുക. ദോഷപരിഹാരമായിട്ട് ചാമുണ്ടിക്ക് പട്ട്, വസ്ത്രം, അർച്ചന, നെയ്വിളക്ക്, ഹാരം, പിതൃക്കൾക്ക് അന്നദാനം, തിലഹവനം, ഹനുമാന് വെറ്റിലമാല അർച്ചന എന്നിവ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ചോതി നക്ഷത്ര ജാതകർ പ്രത്യേകം ശ്രദ്ധിക്കുക.